എൻ്റെ ഉപ്പയുടെ വലിയൊരു പൂതിയായിരുന്നു ഞാനൊരു ഇർഫാനിയാവണമെന്നത്. ഞാൻ പൂവിനോടും പൂമ്പാറ്റയോടും സംസാരിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ഉമ്മയുടെ നിസ്കാരപ്പായിലെ ഒരു ദുആ എപ്പോഴും എനിക്ക് വേണ്ടിയായിരുന്നു ഉമ്മ മാറ്റിവെച്ചിരുന്നത്. എൻ്റെ മോനെ ഉഖ്റവിയായ ആലിമാക്കണം. കുഞ്ഞിനെ ഓർമ്മയുടെ നീർച്ചാലും വിട്ട് ഏറെ താമസിയാതെ ഉപ്പയോടൊപ്പം ഞാൻ ആ വലിയ ക്യാമ്പസിൻ്റെ മുന്നിലേക്ക് ബസ് കയറി. എന്നെപ്പോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തലയെക്കെട്ടുകൾ സന്തോഷത്തോടെ എന്നെ തേടി വരുന്നു. അവരുടെ അപരിചിതമായ കണ്ണുകൾ എനിക്ക് ചുറ്റും കൂടി. ഷെയ്ഖുനെ കണ്ടോ? അവരൊന്നൊന്നായി ചോദിക്കുന്നു. ഞാൻ അമ്പരന്ന് ആലോചിച്ചു, ആരാണ് ഷെയ്ഖുന? പിന്നെ എല്ലാ മറുപടിയും ഉപ്പയാണ് അവർക്ക് നൽകിയിരുന്നത്. വർഷം 8 ഓടിത്തീർത്ത പോലെയുണ്ടിപ്പോൾ. ഒരു ഉപ്പയുടെ മടിയിൽ മയങ്ങി എഴുന്നേറ്റുണർന്ന പോലെ. ഉള്ളൊന്നുരുകുമ്പോൾ തിളങ്ങുന്ന മുഖമൊന്നോർത്താൽ മതി. അതാണ് എൻ്റെ ഷെയ്ഖുന. എല്ലാം കേൾക്കാൻ ഉമ്മയെപ്പോലെ സാഹിബുൽ മൗലയും. കരുത്തിൻ്റെ കാവലിൻ്റെ 2 മടിത്തട്ടുകളാണ് ഇവയെന്നും. മേൽക്കൂരക്കുമേൽ പെയ്ത 8 വർഷത്തെ മഴയും മഞ്ഞും വെയിലും വിഷാദ വർഷങ്ങളും ഒന്നും ഇന്നെൻ്റെ ഓർമ്മയിലേയില്ല. അത്രയും നിറപ്പകിട്ടോടെയായിരുന്നു ഈ ക്യാമ്പസിൻ്റെ ഓരോ പേജും ആവേശപൂർവ്വം ഞാൻ വായിച്ചു തീർത്തത്. ഇനി തിരിച്ചുപോക്കാണ്. അതാണ് വലിയ സങ്കടം. ഇൽമും ഹിദായത്തും കാതോരം മുഴുങ്ങുന്ന ഈ ക്യാമ്പസിനോട് എങ്ങനെ വിട ചോദിക്കാനാണ്? നൂലറ്റവട്ടം പോലെ ഏതോ ഇരുളിൽ മറിയേണ്ട ഒരുപാട് ജീവിതങ്ങൾക്ക് എന്നെപ്പോലെ ലക്ഷ്യം തേടി പറക്കാൻ ചിറക് വച്ച് തന്നിരിക്കുന്നു എൻ്റെ സ്വന്തം സ്ഥാപനം. അതാണ് നിയോഗം. അത് തീർത്തേ തീരൂ. ഇന്നെൻ്റെ വരവിൻ്റെ ഹരമാണ് വീട്ടിലാകെ. എൻ്റെ ഉമ്മ, പെങ്ങള്, അയൽവാസികൾ വലിയ സന്തോഷത്തോടെ വരവേൽക്കാനിരിക്കുകയാണ്. ചില രാത്രിയിലൊക്കെ ഞാൻ അരികിലില്ലാത്ത സങ്കടം പറഞ്ഞ് ഉമ്മ ചെറുവീടിൻ്റെ ചുമരും ചാരി 2 മിഴിയും നനഞ്ഞൊലിക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ ചേർത്ത് പിടിച്ചെൻ്റെ ഉപ്പ ആശ്വസിപ്പിക്കും. നിനക്കറിയില്ലേ, നമ്മുടെ മോനെ നാം ഏൽപ്പിച്ചത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, ഒരു മുറബിയുടെ കയ്യിലാണ്. ഇന്നാണ് ആ സന്തോഷ ദിനം. എൻ്റെ പഠന പൂർത്തീകരണത്തിൻ്റെ പടികയറലാണിന്ന്. ഇന്ന് ആ വലിയ വീടിൻ്റെ പൂമുഖത്ത് ഉപ്പയെ നോക്കി ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എനിക്കറിയാം എൻ്റെ മോനെ എവിടെ ഏൽപ്പിച്ചാൽ നമ്മുടെ എല്ലാം അവർ സലാമത്താക്കി തരുമെന്ന്. ഇർഫാനി ഉസ്താദ്. ആ വിളി ഓരോ ഉമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. ആ വിളി നിങ്ങളുടെ മക്കളെയും തേടി വരട്ടെ. ഈ ക്യാമ്പസ് നിങ്ങളുടെ മക്കൾക്ക് കൂടിയുള്ളതാണ്.